നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് മാസ്റ്റർ ക്യാമിൽ ബോറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് നമ്മളൊരു ബോറിംഗ് ഫിറ്റ്, അതായത് ടൈറ്റ് ഫിറ്റ് ആയിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ബെയറിംഗ് ഒക്കെ സ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പിടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തൊരു ബോർ യൂസ് ചെയ്യണമെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ 3D ഇമേജ് ഉണ്ട്. അതിൽ ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ സോളിഡ്സ് കൊടുത്തിട്ട് നമ്മളത് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻസൈഡ് ബോർ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ കോണ്ടൂർ ഓപ്പറേഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ കോണ്ടൂർ ഓപ്പറേഷനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കമാൻഡ് ബോക്സ് ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് വയർ ഫ്രെയിം മോഡ് അല്ലെങ്കിൽ നമ്മൾ ചെയിൻ സെലക്ഷൻ കിട്ടുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ വരച്ചിരിക്കുന്ന സംഭവത്തിലുള്ള ബേസ് ലൈൻസ് എല്ലാം ഹൈഡ് ചെയ്തിട്ട് സോളിഡ്സ് മാത്രമാണ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ചെയിൻ സെലക്ഷൻ എന്നുള്ള ഓപ്പറേഷൻ നമുക്ക് അല്ലെങ്കിൽ ചെയിൻ സെലക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടാത്തത്. ഞാനതൊന്നുകൂടെ ഓപ്പൺ ചെയ്യാം. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഇവിടെ ചെയിൻ സെലക്ഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നമുക്ക് 3D മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടുന്ന് 3D എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എനിക്ക് ആ ലൈൻ ഡിസ്റ്റർബാണ്. ഞാനതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. അത് ഞാൻ ഹൈഡ് കൊടുക്കുവാണ്. ഓക്കെ, ഹൈഡ് ചെയ്തു. ഇനി നമ്മൾ കോണ്ടൂർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കണ്ട പോലെ എഡ്ജ് സെലക്ഷനോ ലൂപ്പ് സെലക്ഷനോ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഫേസ് സെലക്ഷൻ വരും. ഇപ്പം ഞാനിവിടെ ലൂപ്പ് ക്ലിക്ക് ചെയ്ത് ഞാൻ അതിൻ്റെ ബൗണ്ടറി സെലക്ട് ചെയ്തിട്ടുണ്ട്, സർക്കിളിൻ്റെ ബോറിൻ്റെത്. ഓക്കെ, അത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്ലോക്ക് വൈസിലാക്കണം. നമ്മൾ ക്ലോക്ക് വൈസിലാക്കണമെങ്കിൽ ആക്കാം, ആൻറ്റി ക്ലോക്ക് വൈസിലാക്കാം. ഞാനിപ്പോൾ ക്ലോക്ക് വൈസിൽ ടൂൾ ഓടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ടിക്ക് കൊടുക്കുകയാണ്. നമുക്കിനി ടൂൾ പാത്ത് ടൈപ്പ് നോക്കാം. ടൂൾ പാത്ത് ടൈപ്പ് ഓൾറെഡി നമ്മൾ കോണ്ടൂർ സെലക്ട് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ടൂളിലേക്ക് പോവാണ്. ടൂളിൽ ഞാൻ 10ൻ്റെ ടൂൾ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഫീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളുക. നമ്മളിവിടെ കോമ്പൻസേഷൻ ടൈപ്പ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് തന്നെ. ഇതിൽ നമ്മൾ കോമ്പൻസേഷൻ ടൈപ്പ് കമ്പ്യൂട്ടർ അല്ല നമുക്ക് കൊടുക്കേണ്ടത്. ഈ കേസിൽ നമുക്കിവിടെ വിയർ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാനുള്ള വിയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇത് കൊടുത്താലുള്ള ഗുണം, ഇതിനകത്ത് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ആകുന്ന പ്രോഗ്രാമിൽ നമുക്ക് കോമ്പൻസേഷൻ നമുക്ക് കമാൻഡ് വിസിബിളായിട്ട് വരും. 41, 42 എന്നുള്ള കമാൻഡ് വരും. ഇത് കൊടുത്താൽ നമുക്ക് മെഷീനിലിട്ട് തന്നെ നമുക്ക് കോമ്പൻസേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ സാധിക്കും. നമുക്കിപ്പം പ്ലസ് ചെയ്ത് നിർത്തണമെങ്കിൽ പ്ലസ് ചെയ്തോ, മൈനസ് ചെയ്ത് നിർത്തണമെങ്കിലോ വിയറിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ 2D ടൈപ്പ് 2D ആയിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെപ്ത്ത് നമ്മളിവിടെ കൊടുക്കുന്നില്ല. ഫുൾ ഡെപ്ത്തിൽ ടൂൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് സൈഡ് വാള് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൊടുത്തു. പിന്നെ ഇവിടെ ലീഡ് ഇൻ ഔട്ട് ഉണ്ട്. ഈ സംഭവം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ചില കേസിൽ. ഇപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല. ലിങ്കിങ് പാരാമീറ്ററിൽ വരുന്നു. ഇവിടെ നമ്മൾ ഡെപ്ത്ത് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഓൾറെഡി ഡെപ്ത്ത് നമ്മൾ 3D വരച്ചിരിക്കുന്ന കാരണം ഞാനത് ഡെപ്ത്ത് ക്ലിക്ക് ചെയ്ത് ഡയമീറ്റർ കൊടുത്തു, പക്ഷേ ലെങ്ത് കൊടുത്തു. അപ്പോൾ അതിനകത്ത് നമുക്കിവിടെ വാല്യൂ 20 ഞാനത് 21 ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ദെൻ ഇവിടെ കൂളൻ്റ് ഓൺ ചെയ്യാനുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക. പ്രോഗ്രാം ജനറേറ്റായി വരുമ്പം കൂളൻ്റെ കമാൻഡ് വരണമെങ്കിൽ. ഇനി നമുക്കിവിടെ ടൂൾ പാത്ത് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടൂൾ പാത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് നേരത്തെ പറഞ്ഞിരുന്നത് ലീഡ് ഇൻ ഔട്ടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ സൈഡിലേക്ക് ടൂള് മുട്ടി ഇറങ്ങുന്ന രീതിയിലേക്കാണ് നിൽക്കുന്നത്. നമുക്കതൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലീഡ് ഇൻ ഔട്ടിനകത്ത് ലെങ്ത് വാല്യൂം റേഡിയസ് വാല്യൂം നമ്മളത് 5 ആക്കി കൊടുക്കുകയാണ്. കട്ടറിൻ്റെ റേഡിയസ് ഉള്ള വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ലെങ്ത് ഇച്ചിരി കുറഞ്ഞ് കിട്ടും. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. എൻട്രിക്കകത്ത് എക്സിറ്റിനകത്ത് തന്നെ കൊടുക്കുക. ഓക്കെ, റീജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ആർക്ക് വന്നിരിക്കുന്നുണ്ടോ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ലീഡ് ഇന്നും ഔട്ടും ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വലിയ ഇതില്ലാതെ സെൻറ്ററിൽ നിന്ന് തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു 2 ലൈൻസ് കാണുന്നുണ്ട്, ഒരു യെല്ലോയും ഒരു ബ്ലൂവും. ഇതിൽ യെല്ലോ എന്ന് പറയുന്നത് റാപ്പിഡ് മൂവ്മെൻറ്റും ബ്ലൂ എന്ന് പറയുന്നത് ഫീഡ് മൂവ്മെൻറ്റുമാണ് സൂചിപ്പിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഈ ലൈനുകൾ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. റാപ്പിഡായിട്ടാണോ പോകുന്നതെന്ന്. ഇത് സ്റ്റാർട്ടിങ് സർഫസിൽ വന്നിട്ട് അവിടെ നിന്ന് ഫീഡിലാണ് താഴെ പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നതാണ് യെല്ലോയിൽ റാപ്പിഡായിട്ട്. നമുക്ക് ഇവിടുന്ന് പ്രോഗ്രാം ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്, വിയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജനറേറ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാമിൽ നമുക്കറിയാൻ സാധിക്കും G42 അല്ലെങ്കിൽ 41 ഉണ്ടാവും. നമ്മളുടെ ഈ കേസിൽ 42 D5 എന്ന് നമുക്ക് കാണണം. നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സൈക്കിള് അല്ലെങ്കിൽ ഈ ഒരു ടൂൾ പാത്ത് വന്നതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ ഗ്രീനുള്ളതെല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇനി നിങ്ങളിവിടെ നോക്കിയേ, നിങ്ങൾക്കിവിടെ കമാൻഡിനകത്ത് G42 D5 എന്ന് പറയുന്നത് ടൂൾ നമ്പർ 5 എടുത്ത് കാരണം കട്ടർ കോമ്പൻസേഷൻ്റെ വാല്യൂ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് കട്ടർ കോമ്പൻസേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ G42 അല്ലെങ്കിൽ 41 വന്നാൽ നമുക്ക് മാത്രമേ ഉള്ളൂ മെഷീനിലിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും.
ഇനി നമുക്ക് നേരെ പാരാമീറ്റർ സൈഡിലേക്ക് ഒന്ന് പോയിട്ട് നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മൾ കട്ട് പാരാമീറ്റർ ടൈപ്പ് അല്ലെ കോമ്പൻസേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരുന്നത് വിയറാണ്. അത് നമുക്കൊന്ന് മാറ്റി കമ്പ്യൂട്ടർ എന്നുള്ളതാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ വിയർ മാറ്റിയിട്ട് കമ്പ്യൂട്ടറാക്കി നമ്മൾ സെയിം ചെയ്ത പാരാമീറ്റേഴ്സ് എല്ലാം ബാക്കി തന്നെ ഞാനൊരു ടിക്ക് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് ജനറേറ്റ് ചെയ്യാൻ പോകണം. നമുക്കിതൊന്ന് ജനറേറ്റ് ചെയ്താകുമ്പോൾ കിട്ടുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനത് നേരത്തെ ബോറിംഗ് എന്ന് കൊടുത്തിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ ബോറിംഗ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. അതിന് നമുക്ക് സേവായി വരുന്ന ഈ ഫയലൊന്ന് നോക്കാം. ഈ ഫയലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ അതേ പറഞ്ഞ ആ ബ്ലോക്കിൽ G41D1 എന്ന് പറഞ്ഞാൽ D5 എന്ന് പറയുന്ന ആ വാല്യൂ അല്ലെങ്കിൽ ആ കമാൻഡ് അവിടെ കാണുന്നില്ല. ഇങ്ങനെയൊരു ഇതാണ് നമ്മൾ പ്രോഗ്രാമായിട്ട് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ള ഒരു ഓപ്ഷനും മെഷീനിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ടൂൾ ഓഫ്സെറ്റിൽ കൊടുത്തിരിക്കുന്ന ടൂൾ ഡയമീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റേഡിയസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോമ്പൻസേഷൻ പ്ലസ്സോ മൈനസോ റേഡിയസിൽ ആഡ് ചെയ്ത് നിർത്തിയോ അല്ലെങ്കിൽ കുറച്ച് നിർത്തിയോ നമുക്ക് ഓടിക്കാൻ സാധിക്കാതെ വരും. ഇപ്പോൾ ഈ G41D1 നിങ്ങളുടെ പ്രോഗ്രാമിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ ടൈപ്പ് കമ്പ്യൂട്ടർ എന്നുള്ളത് ഓപ്ഷൻ മാറ്റി വിയർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ 41 അപ്ലൈ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് ഡെസ്ക്ടോപ്പിൽ ഒന്ന് നോക്കാം. രണ്ടും തമ്മിലുള്ള ചേഞ്ച് ഒന്ന് വേണമെങ്കിൽ നോക്കാം. ഇതാണ് നമ്മളുടെ 2 ഫയലുകൾ. ഈ 2 ഫയലിൽ ആദ്യത്തെ ഫയൽ ബോറിംഗ് 2 ആണ്, അതായത് കോമ്പൻസേഷൻ ഇല്ലാതെ നമ്മൾ കൊടുത്തതും. ഇതിനകത്ത് കോമ്പൻസേഷൻ ബോറിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിനകത്ത് കോമ്പൻസേഷൻ ഉണ്ട്, അതായത് G42D5 ഉണ്ട്. സെയിം ബ്ലോക്കിൽ തന്നെ നമ്മളിവിടെ ഫസ്റ്റ് നോക്കിയേ, ബോറിംഗ് 2വിനകത്ത് ആദ്യത്തെ പേജിനകത്ത് കണ്ടോ X-8 എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ കോമ്പൻസേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കോമ്പൻസേഷൻ ആഡ് ചെയ്താൽ നമുക്ക് മെഷീനിൽ എടുക്കാൻ പറ്റും. ഞാനത് എങ്ങനെയാണ് മെഷീനിൽ കോമ്പൻസേഷൻ കൊടുക്കുന്നതെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെഷീനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ മെഷീനിൽ ടൂൾ നമ്പർ 5 ഞാനൊന്ന് നോക്കുകയാണ്. നമുക്ക് ടൂൾ നമ്പർ 5ൽ ഓഫ്സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് 310.19. അതിൽ നമുക്ക് വിയറിനകത്ത് നമ്മളൊരു വാല്യൂ കൂടെ കൊടുക്കുകയാണ്. അത് പ്ലസോ മൈനസോ നമുക്ക് കൊടുക്കാം. അതനുസരിച്ചിട്ട് കട്ടറിനെ പുറത്തോട്ടോ അകത്തോട്ടോ നമുക്ക് കയറ്റി നിർത്താൻ പറ്റും. ഓക്കെ, അത് പ്ലസ് കൊടുക്കാം മൈനസ് കൊടുക്കാം, അത് ഓരോ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഇത് ഓപ്പറേറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കിതുപോലെ പ്രോഗ്രാമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം.